ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചിട്ടൊരു സൂപ്പർ റെസിപ്പി ചെയ്താലോ. അപ്പോൾ ഇത് രാമൻ്റെ ഏദൻ തോട്ടം എന്ന് പറയണ പോലെ ഏട്ടൻ്റെ വഴുതനങ്ങത്തോട്ടമാണ്. അപ്പോൾ വിശ്വേട്ടൻ്റെ ഏട്ടൻ്റെ. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് കുറച്ച് വഴുതനങ്ങ അറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും കുറച്ച് തന്നു. പൊതുവേ ഇവിടെ വഴുതനങ്ങ വലിയ താല്പര്യമൊന്നുമില്ല ആർക്കും. ഉപ്പേരി വെച്ചാലൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുമല്ലോ, അത് പിന്നെയും കഴിക്കും കേട്ടോ. അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ വഴുതനങ്ങ കൊണ്ട് എൻ്റെ അമ്മായി ഒരു കറി ഉണ്ടാക്കാറുണ്ടായിരുന്നു. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം എന്നാൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഇതാ വഴുതനങ്ങ ഞാൻ വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഒന്ന് പെനച്ചിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഇനി നമ്മൾ ഈ വഴുതനങ്ങ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത്തിരി കടുകും ഇത്തിരി നല്ല ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതും ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം സവാളയും ഒരു 2-3 ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു ഇത്തിരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തൈരിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്ത കുറച്ച് വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തൈരിലേക്ക്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ മൂപ്പിച്ച് വെച്ച സംഭവങ്ങളുണ്ടല്ലോ അതും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു തരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെൻ്റെ അമ്മായി ഉണ്ടാക്കുമ്പോൾ എനിക്കിത് വലിയൊരു സംഭവമായിട്ട് തോന്നി. പക്ഷേ സംഗതി സിമ്പിളാണ്, നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഒപ്പം എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കൂ. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഞാനിതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ വഴുതനങ്ങ കറിയും ഒപ്പം ഇന്നലെ വെച്ച മീൻ കറിയിൽ നിന്ന് ഒരു മീൻ കഷ്ണം എടുത്തിട്ടുണ്ട്. വേറെ ക്യാരറ്റ് ഉപ്പേരിയും അച്ചാറൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാനതൊന്നും എടുക്കണില്ല. ഇപ്പോൾ വയ്യാണ്ടായതിന് ശേഷം ഭക്ഷണത്തിനൊന്നും കഴിക്കാൻ അങ്ങോട്ട് തോന്നണില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ടാറ്റാ, ബൈ.